ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു വർഷമായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഷോർട്സ് ഒക്കെ ഇടയ്ക്ക് ഇടാറുണ്ട്, എന്നാലും അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ അപ്കമിങ് ബ്രൈഡ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അപ്കമിങ് ബ്രൈഡ്സിനെ ഉദ്ദേശിച്ച് വീഡിയോ ഇടാൻ എനിക്ക് എന്ത് നോളജ് ഇതിലുള്ളതെന്ന്. ഉണ്ട് ഗൈസ്, എനിക്ക് നോളജ് ഉണ്ട്. ഒരു കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പല കാര്യങ്ങളും എനിക്ക് കല്യാണം കഴിഞ്ഞ് പിന്നീട് എനിക്ക് തോന്നി ബെറ്റർ ആക്കായിരുന്നു. എനിക്കിതൊക്കെ ആരെങ്കിലും കുറച്ച് നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളൊരു അപ്കമിങ് ബ്രൈഡ് ആണെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. നിങ്ങളിത് മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ക്ഷമയോടുകൂടി ഇരുന്ന് കാണണം. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇങ്ങനൊരു വീഡിയോ ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് മസ്റ്റ് വാച്ച് ആണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ കഥകൾ പറയുന്നില്ല. ഒരുപാട് ഞാൻ കഥകൾ പറയുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, കാര്യങ്ങളിലോട്ട് പോവാം. വീഡിയോ ആണല്ലോ നിങ്ങൾ കാണുന്നത്, എന്താണോ എന്തോ. അപ്പോൾ ഒരുപാട് ഞാൻ കഥകൾ പറയുന്നില്ല. അപ്പോൾ നേരെ നമ്മുടെ കാര്യത്തിലോട്ട് പോവാം. അതായത് ഒരു ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസമായിരുന്നു എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നത്. അതായത് ഞാനിത് നിങ്ങളോട് അപ്കമിങ് ബ്രൈഡ്സിന് പ്രയോജനമാകും എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു കല്യാണ സ്റ്റോറിയിലൂടെയാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരാൻ പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കണക്റ്റ് ആവാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറിയിൽ എനിക്ക് എവിടെയാണ് ഫോൾട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറയുന്നതാണെന്ന് തോന്നും. കുറേ കൂടെ അത് ബെനിഫിഷ്യൽ എന്ന് എനിക്ക് തോന്നുന്നു. കുറേ കൂടെ അത് ക്ലിയർ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് കല്യാണത്തിന് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിലേക്ക് എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഒരു ഏപ്രിലായിരുന്നു എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നത്. ഓഗസ്റ്റ് 20-ാം തീയതി ആയിരുന്നു എൻ്റെ കല്യാണം. ഓഗസ്റ്റ് 24-ാം തീയതി ആയിരുന്നു എൻ്റെ കല്യാണ റിസപ്ഷൻ. രണ്ടും ഗ്രാൻഡ് ഇവൻ്റ് ആയിരുന്നു. രണ്ടും വളരെ ഗ്രാൻഡായിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു കല്യാണത്തിന് വേണ്ടിയുള്ള കുറേ പർച്ചേസും കാര്യങ്ങളും എല്ലാം, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ബാംഗ്ലൂർ തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു പ്ലാൻ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിൻ്റെ കൂടെ പാരലലിയാണ് ഞാൻ പല കാര്യങ്ങളും അടുത്തടുപ്പിച്ചെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് ജയലക്ഷ്മിന്ന് ആദ്യമേ ഞങ്ങൾ വാങ്ങി. ജയലക്ഷ്മി പോയായിരുന്നു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാക്സിമം കല്യാണ സാരി, എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സ്, അമ്മയുടെ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും, പിന്നെ എൻ്റെ മന്ത്രകൂടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുമിച്ച് എൻ്റെ എല്ലാ ഷോപ്പിങ്ങും അവിടെ നിന്ന് ചെയ്തു. എൻ്റെ അനിയത്തിയുടെ അവളൊരു ഹാഫ് സാരി ആയിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അവളൊരു സാരി വെട്ടി തയ്ക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാരി, അമ്മയുടെ റിസപ്ഷൻ്റെ സാരി, ഇതെല്ലാം നമ്മൾ വാങ്ങി ജയലക്ഷ്മിന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചായിരുന്നു നാട്ടിൽ നിന്ന് കുറേ കാര്യം സ്റ്റിച്ച് ചെയ്യേണ്ടതെല്ലാം നാട്ടിൽ ആദ്യമേ കൊടുത്തിട്ട് ബാംഗ്ലൂർക്ക് ബാക്കി കാര്യങ്ങൾ കൊണ്ടുപോകാവുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയുടേത് എൻ്റെ കല്യാണ തലേദിവസം ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സെറ്റ് മുണ്ടാണ് ഇടുന്നതെന്ന്. കാരണം കല്യാണ തലേദിവസം വലിയൊരു ഇവൻറ്റ്, എനിക്ക് ഹൽദി അങ്ങനത്തെ ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. തലേദിവസം റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്, കുറച്ച് ആൾക്കാർ പാട്ടൊക്കെ വെച്ച് കുറച്ചൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തെ ഫ്രണ്ട്സൊക്കെ വന്നു. ഞാൻ അതുകൊണ്ട് തന്നെ വലിയൊരു ഇവൻറ്റ് ഒന്നും ആയിരുന്നില്ല. തലേദിവസം എല്ലാവരും വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ഞാനൊരു സെറ്റ് മുണ്ടുമാണ് പ്ലാൻ ചെയ്തത്. അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പം ഞാൻ വെച്ചു ആ സെറ്റ് മുണ്ടിനും ഞാനൊരു ബ്ലൗസ്. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം പരാഗിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം പരാഗ് പരാഗ് കുറച്ച് ഫേമസ് ആണ്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ പരാഗിൽ നിന്നാണ് ഞാൻ തലേദിവസം ഇടാനുള്ള ബ്ലൗസ് വാങ്ങിയത്. ആ ബ്ലൗസ് ഒരു മിറർ വർക്ക് വെച്ച ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഞാൻ പറഞ്ഞില്ലേ ഹാഫ് സാരിക്ക് വേണ്ടിയുള്ള സാരി, ബ്ലൗസും സ്കേർട്ടും സാരി വെട്ടിയിട്ടും പിന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു ധാവണി, ആ ധാവണിക്ക് വേണ്ടി കുറച്ച് ബോർഡേഴ്സിൽ വയ്ക്കാൻ വേണ്ടി എന്താ പറയുക ലേസ്, കുറച്ച് നല്ല എംബ്രോയിഡറി ഒക്കെ വരുന്ന ലേസ്, അതെനിക്ക് എന്താണ് അതിൻ്റെ പേരെന്നൊന്നും പറയാൻ അറിയത്തില്ല. അതൊക്കെ നമ്മൾ വാങ്ങി
എല്ലാം വാങ്ങി. നമ്മൾ ഏത് ഷോപ്പിലാണ് അവിടെ ഒരു ഡിസൈനർ സ്റ്റുഡിയോ ഉണ്ട്, അപ്പോൾ അവിടെ കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. ചെങ്ങന്നൂർ തന്നെ, ഞാനൊരു ചെങ്ങന്നൂരുകാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനർ സ്റ്റുഡിയോ ആണ്, അപ്പോൾ അവിടെ കൊടുക്കാം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ അവിടെ എനിക്ക് കൊടുത്ത് പരിചയമുണ്ട്, പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നല്ല ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ ഇതിന് മുന്നേ എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഫങ്ഷൻസിൻ്റെ സമയത്ത് ഞാൻ അവിടെ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ. പക്ഷേ പരാഗുകാർ എനിക്ക് പുതിയൊരു ഡിസൈനറെ അവിടുന്ന് പരിചയപ്പെടുത്തി തരുന്നു. അവർ പറയുന്നു അവർ നല്ലതാണ്, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരാഗിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ പുതുതായിട്ട് ഒരു ഡിസൈനിങ് യൂണിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവർ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി തരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരാളായതുകൊണ്ട് എന്നാൽ പിന്നെ ഇവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അവർക്ക് ഇതങ്ങോട്ട് കൊടുക്കുന്നു. എന്തൊക്കെയാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സ്, എൻ്റെ അമ്മയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ, എൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു അനാർക്കലിയുടെ മെറ്റീരിയൽ, പിന്നെ എൻ്റെ തലേദിവസത്തെ ബ്ലൗസ്, ഇതെല്ലാം കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുന്നത് ഇവരുടെ ഒരു വർക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇവർ ചെയ്തൊരു വർക്ക് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. ഈ പരാഗുകാർ പറഞ്ഞു, ആ ചേച്ചി സംസാരിച്ചു, ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയി, ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ വളരെ ഹൈലി ഇൻഫ്ലുവൻസ് ആവുന്നൊരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ കൊടുത്തു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് വളരെ മോശമായിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കത് കിട്ടുന്നു. കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ തൊട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ് ഒരാഴ്ച മുന്നെയാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് മോശമാക്കി. അപ്പം ഞാൻ ഇഗ്നോർ ചെയ്തു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരെണ്ണമല്ലേ മോശമായപ്പോൾ അത് പോട്ടെ, ബാക്കി ശരിയാവുമെന്ന്. കാരണം ബാക്കി ഓൾറെഡി പുള്ളിക്കാരി തയ്ക്കാൻ തുടങ്ങി. പിന്നെ അത് തയ്ച്ച് കല്യാണത്തിന് 5 ദിവസം മുന്നേ ഇതെല്ലാം ഒന്നും തയ്ച്ചിട്ടില്ല. ആകെ മൊത്തം ഒരു ജഗ പുക. എൻ്റെ അനിയത്തിയുടെ സാരി, ഹാഫ് സാരിയുടെ സാരിക്ക് ഞാൻ പറഞ്ഞില്ലേ ബോർഡേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് ലേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. ആ ലേസുമായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത വർക്കാണ് ബ്ലൗസിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ കല്യാണ തലേദിവസം ഇടാനുള്ള ബ്ലൗസിന് നെക്ക് ഇവിടെ ഇരിക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫ്ലോപ്പായിട്ട് എനിക്ക് ആകെ മൊത്തം കിളി പോയി. എൻ്റെ അനിയത്തിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിനകത്ത് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഹാങ്ങിങ്സ് വെക്കാനൊക്കെ ഉള്ള സാധനം വാങ്ങിക്കൊടുത്തു. പക്ഷെ ഹാങ്ങിങ്സ് ആ സ്റ്റിച്ച് വന്നിരിക്കുന്നതൊക്കെ താഴെ തൂങ്ങിക്കിടക്കുക, നൂല് തൂങ്ങിക്കിടക്കുക, അങ്ങനെയൊക്കെ ആകെ. പിന്നെ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഓട്ടം കാര്യങ്ങൾ ഒന്നും പറയണ്ട. അപ്പോൾ അതിൽ ഞാനൊരു വലിയ പാഠം പഠിച്ചു. അതായത് നമുക്ക് പരിചയമില്ലാത്തവരടുത്ത് നമ്മൾ എത്ര ഹൈലി ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞാലും കല്യാണം ഇസ് എ ബിഗ് ഡേ. നമുക്ക് പരിചയമില്ലാത്തൊരിടത്ത്, ഒരു രീതിയിലും പരിചയമില്ലാത്ത നമ്മുടെ ഒരു ഫ്രണ്ട് പോലും ഒരു വർക്ക് അവിടെ ചെയ്ത് നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്പേസിൽ ചുമ്മാ ബ്ലൈൻഡായിട്ട് കൊണ്ട് നമ്മൾ റിവ്യൂ നോക്കാതെ നമ്മൾ കൊടുക്കരുത്. റിവ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. കല്യാണത്തിൻ്റെ തലേദിവസമാണ് അവർ ഒക്കെ ശരിയാക്കി നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടും അതിന് പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തിയുടെ ബ്ലൗസിന്. പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് സീക്വൻസ് പൊട്ടിച്ച കുറേ സാധനങ്ങളും ഒക്കെയാണ് തന്നത്. അല്ലെങ്കിൽ സജഷൻസ് പറയുകയോ ചോദിക്കുകയോ ഒന്നുമില്ല. നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു, കൊടുത്തു. അവിടെ നമ്മുടെ ഭാഗത്ത് വന്ന മണ്ടത്തരമാണ്. ഇത് ഒരു വലിയ ലേണിംഗ് ആണ്. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് തിങ്, നിങ്ങൾ ഒരിക്കലും റിവ്യൂ നോക്കാതെ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അനിയത്തി, ഇവരൊക്കെ നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, കല്യാണത്തിന് ഷൈൻ ചെയ്യേണ്ട ആൾക്കാർ. അവരുടെയൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മളോട് ഒരാൾ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് ക്യാൻവാസ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഓക്കെ. ഇനി രണ്ടാമത്തേത് എൻ്റെ കല്യാണ സാരി. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആദ്യം അതായിരുന്നു പറയേണ്ടത്. ജയലക്ഷ്മി എന്നാണ് ഞാൻ കല്യാണ സാരി വാങ്ങിയത്. എൻ്റെ കല്യാണ സാരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ കല്യാണ ഫോട്ടോ നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ഇതാണ് എൻ്റെ കല്യാണ സാരി. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. പക്ഷേ ഇവിടെ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, എൻ്റെ മൈൻഡിൽ എനിക്ക് ഓറഞ്ച് കളറിൽ സാരി വേണം. ഓറഞ്ച് സാരി, സിമ്പിളായിട്ടുള്ളൊരു ഓറഞ്ച് കളർ സാരി വേണം എന്ന് എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാനൊരു ബ്രൗൺ സ്കിൻ ഗേളാണ്. അപ്പോൾ എനിക്ക് ഓറഞ്ച് ഷെയ്ഡ് ഭയങ്കര നന്നായിട്ട് ചേരുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എപ്പോൾ ഓറഞ്ച് ഇട്ടാലും എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും മാച്ച് ചെയ്ത് എൻ്റെ സ്കിൻ കളറിന് എൻഹാൻസ് ചെയ്തൊരു കളർ ഓറഞ്ച് ആണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ അവിടെ ചെന്ന് ഒരു ബ്രൈറ്റ് പിങ്ക് ഗ്രീൻ കളർ സാരി കണ്ട് കണ്ണ് മഞ്ഞളിച്ച്. ഇപ്പോഴും സാരി ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് പ്രിറ്റി. ഞാൻ ആ സാരിയിലോട്ട് കമന്ന് വീണ് ആ സാരി വാങ്ങി. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ സാരി വാങ്ങിയത് മോശമായി എന്നല്ല. ആ സാരിയുടെ കളർ എന്നെ എൻഹാൻസ് ചെയ്യുന്നതിലും 10 മടങ്ങ് എന്നെ ഓറഞ്ച് കളർ എൻഹാൻസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ അത് മറന്നുപോയിട്ട് ഇവിടെ സാരിയുടെ ഭംഗി കണ്ട് സാരി വാങ്ങി.
സോ അതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ പോയിന്റ്. നിങ്ങളുടെ മൈൻഡിൽ ഒരു കളർ ഉണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നൊരു കളർ ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നൊരു കളർ, ഇപ്പം കളർ എക്സ്പേർട്സ് ഒക്കെ ഉണ്ട്, കളർ തിയറി വെച്ച് അവർ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന കളറൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരും. ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പല കളർ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സ് ഇടുമ്പോഴാണെന്ന്. അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല കളർ വെച്ച് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല കളേഴ്സ് വെച്ച് ഫോട്ടോ എടുത്ത് നോക്കി നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ടു സം എക്സ്റ്റെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളെ എൻഹാൻസ് ചെയ്യുന്ന കളർ വേണം സെലക്ട് ചെയ്യാൻ. നിങ്ങളൊരു സാരി സെലക്ട് ചെയ്യുമ്പം സാരിയുടെ ബ്യൂട്ടീനെ കാട്ടിലും നിങ്ങൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കുക നിങ്ങളെ എൻഹാൻസ് ചെയ്യുന്ന കളറിനാണ്. അത് ഞാൻ അവിടെ ചെന്നപ്പോൾ മറന്നുപോയി. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ എൻഹാൻസ് ചെയ്ത കളർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ആ കളറിലുള്ള ഡിസൈൻ ഡിഫറെൻറ്റ് ഡിസൈൻസ് പരീക്ഷിക്കാവും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, യു ഹാവ് ടു ഗോ വിത്ത് ദ കളർ ദാറ്റ് എൻഹാൻസസ് യുവർ ബ്യൂട്ടി. നിങ്ങളെ ബ്രൈറ്റ് ആക്കുന്ന, നിങ്ങളുടെ ഭംഗിനെ എൻഹാൻസ് ചെയ്യുന്ന കളർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു 100 അടിപൊളി സാരി കണ്ടാലും കളർ നിങ്ങളെ ഡിം ആക്കുമെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ വിത്ത് ദാറ്റ് കളർ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. കാരണം കളറിന് നിങ്ങളെ എത്ര ബ്യൂട്ടിഫുൾ ആക്കാനുള്ള കഴിവുണ്ടോ അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ഇതിനെ നശിപ്പിക്കാനുള്ള കഴിവും നിങ്ങളൊരു റോങ് കളർ സെലക്ഷനിലോട്ട് പോയാൽ ഉണ്ട്. റെഡ് ഇട്ടാൽ ഞാൻ കംപ്ലീറ്റ്ലി എന്നെ ഭയങ്കര പൊട്ടേ, അതെനിക്ക് ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഭാഗ്യത്തിന് ഞാൻ റെഡിൽ ഒറ്റത് കമന്ന് വീണില്ല. റെഡിലോട്ട് വീണായിരുന്നെങ്കിൽ ഫുള്ള് എന്തോ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്കിൻ കെയറിനെ പറ്റിയാണ് പറയാനുള്ളത്. എനിക്ക് ആക്ച്വലി കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഒരു പെഡിക്യൂർ മാനിക്യൂർ പിന്നെ ഒരു എന്താ പറയുക ക്ലീനപ്പ്, ഇത്രയും മതി. ഇത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു ക്ലീനപ്പിൻ്റെ ആവശ്യമുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീനപ്പ് മതി. പിന്നെ എൻ്റെ ഹെയർ റിമൂവിങ് ഒക്കെ ഞാൻ സാധാരണ റേസർ വെച്ചിട്ട് അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ സ്കിന്നിൽ നിന്ന് മറ്റേ ഇങ്ങനെ വലിച്ചെടുക്കുന്നതിന് എന്താ പറയുക, ഞാൻ മറന്നുപോയല്ലോ, വാക്സിങ് അങ്ങനെ ഞാൻ വാക്സിൻ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഇത് ഞാൻ എന്തിനാ പറയുന്നത് ഞാൻ പറയാം. അപ്പം ഞാൻ ഞങ്ങളുടെ അവിടെ ഒരു അത്യാവശ്യം വലിയൊരു സലൂണിൽ പോയി. അഗെയിൻ അവർക്ക് മാർക്കറ്റിംഗ് ആണ്, അവർക്കൊരു കസ്റ്റമറിനെ കിട്ടുന്നതാണ്. അഗെയിൻ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഐ വാസ് ക്ലിയർ ദാറ്റ് വാട്ട് ഐ വാണ്ടഡ് ടു ഡു. പക്ഷേ എന്നിട്ട് ഞാൻ അവിടെ പോയി ഇൻഫ്ലുവൻസ്ഡ് ആയി. അവരെന്നോട് കല്യാണം അല്ലേ വാക്സിൻ ചെയ്യേണ്ടേ. അപ്പോൾ ഞാൻ ഓൾറെഡി വിചാരിച്ചായിരുന്നു ഞാൻ സ്വന്തമായിട്ട് റേസർ വെച്ച് ഹെയർ റിമൂവ് ചെയ്യുന്നു. പിന്നെ എൻ്റെ പിന്നെന്താ മറ്റേ ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്താണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്തു, വാക്സിൻ അല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരിക്കൽ പോലും ചെയ്ത് നോക്കാത്ത വാക്സിൻ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അതിൻ്റെ കൂടെ അവരൊരു ഫേഷ്യൽ പറഞ്ഞു, ഒരു ടാൻ റിമൂവൽ ഫേഷ്യൽ എന്ന് പറഞ്ഞു. അത് വേണം ചെയ്യാൻ, ഇത് വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അവർ മാക്സിമം എന്നെ ക്യാൻവാസ് ചെയ്തു. ഞാൻ അതിൽ വീണു, ഞാനത് ചെയ്തു. ഇനി സ്റ്റോറി കംസ് ഹിയർ. ഞാൻ ആക്ച്വലി എൻ്റെ മൂക്ക് പുതുതായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നേ. അതൊരു കല്യാണത്തിന് 2 മാസം മുന്നേ കുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇതെല്ലാം കൂടെ ചെയ്തപ്പം എൻ്റെ മൂക്ക് പതുക്കെ പഴുക്കാൻ തുടങ്ങി. ഇതും പിന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി. അതെല്ലാം കാരണം മൂക്ക് ചെറുതായിട്ട് പഴുത്തു തുടങ്ങി. അതവിടെ നിൽക്കട്ടെ. പറയാൻ വരുന്നത് അതൊന്നുമല്ല. ആദ്യം മൂക്കിൻ്റെ കാര്യം പറയാം. അതിനു മുന്നേ നമ്മുടെ ഹെയർ റിമൂവൽ ക്രീം. അപ്പോൾ ഹെയർ റിമൂവ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല എൻ്റെ സ്കിൻ എന്തൊരു സോഫ്റ്റ്, എൻ്റെ ബെസ്റ്റ് ഡിസിഷൻ, എൻ്റെ ടാൻ എല്ലാം പോയി. വൈകുന്നേരം ആയപ്പോഴത്തേനും അതൊക്കെ തിരിച്ച് അതുപോലെ തന്നെ വന്നു. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. എൻ്റെ കുറേ കാശ് പോയി എന്നല്ലാണ്ട്. ഇത് കല്യാണത്തിൻ്റെ 2 days ബിഫോറാണ് ചെയ്തത്. കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ 2ാമത്തെ ദിവസം തൊട്ട് സ്കിന്നിലൊക്കെ ബംസ് വരാൻ തുടങ്ങി. ഫുൾ സ്കിൻ ആകെ, അതായത് പുറത്ത് ബ്ലൗസ് ഞാൻ കുറച്ച് ഡീപ്പ് ബ്ലൗസ് ആയിരുന്നു. അപ്പോൾ ബ്ലൗസ് എത്ര ഡെപ്ത് ഉണ്ടെന്നൊക്കെ അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ബാക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ബാക്ക് ബ്ലൗസിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ പുറം ഒരിക്കലും ഞാൻ ഒരു ഹെയർ പോലും ചെയ്തിട്ടില്ല എൻ്റെ പുറത്ത്. അപ്പോൾ ആദ്യം കൈയൊക്കെ പിന്നെ ഞാൻ വാക്സിങ് എങ്കിലും ചെയ്യാം, ഷേവിങ് എങ്കിലും ചെയ്യും, പുറം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പുറം ആ ബ്ലൗസ് കാണുന്ന അത്രയും ഭാഗം അവരെന്ത് ചെയ്തായിരുന്നു, ഹെയർ റിമൂവ് ചെയ്തായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് എക്സ്ട്രീം സെൻസിറ്റീവായിട്ട് വലിയ ബംസ് വന്നു തുടങ്ങി കല്യാണം കഴിഞ്ഞപ്പോഴത്തേന്.
അതും പസ്സുള്ള ബംസ്. ഞാൻ ആകെ ഷോക്ക്ഡായിപ്പോയി. ഞാൻ ഡോക്ടറോട്, എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ്, അപ്പോൾ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്തൊരു സ്റ്റുപ്പിഡിറ്റിയാണ് നീ കാണിച്ചത്. ഒരിക്കലും കല്യാണത്തിന് മുന്നേ പുതിയൊരു എക്സ്പീരിമെൻറ്റ് ട്രൈ ചെയ്യുമ്പോൾ ആരെങ്കിലും കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ എക്സ്പീരിമെൻറ്റ് ട്രൈ ചെയ്യും. ഓരോ സ്കിന്നും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്ത്. ഈവൻ എനിക്കത് അറിയുകയും ചെയ്യായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ഡിഡ് ദാറ്റ് ആൻഡ് ഇറ്റ് വാസ് വേഴ്സ് എക്സ്പീരിയൻസ്. ഇപ്പോഴും ഞാനത് കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം പോയി ഹീലായി. പക്ഷെ അതിൻ്റെ പാടുകൾ ഞാനിനി 2 വർഷം എടുത്ത് കഷ്ടപ്പെട്ടാലും അത് പോകത്തില്ല. അപ്പോൾ ഓരോ ബ്ലൗസൊക്കെ ഇടുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഹെയറൊക്കെ വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് എൻ്റെ പുറത്തെ പാടുകൾ. കയ്യിലൊക്കെ പിന്നെ അത്രയും ബംസ് വന്ന് താന്നു, കയ്യിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ താന്നു. പക്ഷെ പുറത്ത് വലിയ ബംസായി. കാരണം ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ഒരു എക്സ്പോഷർ പുറത്തിന്. അപ്പോൾ എൻ്റെ ബാക്കൊക്കെ ആ ഒരു മുടി കിടക്കുന്ന ഇത്രയും ഭാഗത്തും അങ്ങനെ വലിയ ബംസ് വന്നു. അപ്പോൾ അതൊരു നെസസറിയേ ആയിരുന്നില്ല, വെറുതെ ഞാൻ ഓരോ സ്റ്റുപ്പിഡിറ്റി കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് അടുത്ത കാര്യം. 3ാമത്തെ കാര്യം, നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാത്ത ഒരു കാര്യം ഒരിക്കലും കല്യാണത്തിൻ്റെ ടൈമിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യരുത്. എന്താണത് നിങ്ങൾക്ക് തരാൻ പോകുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ അങ്ങനെ സെൻസിറ്റീവ് സ്കിന്നൊന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ അത് കാരണം ഉണ്ടായ ചെറിയ കുരുക്കളും കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ സ്കിൻ ആകെ കുരു പോലെ വന്നു. ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ കുരു പോലെ സ്കിന്നിൽ വന്നു. അങ്ങനെ ആയിരുന്നില്ല എൻ്റെ സ്കിൻ. പക്ഷേ എൻ്റെ സ്കിൻ ഇപ്പോൾ അങ്ങനെയാണ്. ആ ഒരു ഇതിന് ശേഷം ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കുറഞ്ഞു പക്ഷെ ആ പുറത്തേക്ക് മൊത്തത്തിൽ പോയി. ഓക്കെ, പക്ഷെ എൻ്റെ സ്കിൻ ഒരു ബംബി സ്കിന്നായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം. ഇതാണ് അടുത്ത കാര്യം. ഈ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലൗസ്. ഇനി ഞാൻ മൂക്കുത്തിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മൂക്കുത്തി എന്ന് പറഞ്ഞ സാധനം ഞാൻ മൂക്ക് കുത്തിക്കഴിഞ്ഞ് എൻ്റെ മൂക്ക് ആ ഒരു കംപ്ലീറ്റ്ലി ഉണങ്ങുന്നതിന് മുന്നേ ഈ എന്താ എനിക്ക് മേക്കപ്പും പിന്നെ ആ ഫേഷ്യൽ ചെയ്തത് മേക്കപ്പ് ചെയ്തത് ഇതെല്ലാം കൂടെ ആയിട്ടായിരിക്കാം, എന്തുകൊണ്ടോ എനിക്കറിയില്ല, മൂക്ക് പഴുത്തു. അപ്പോൾ അത് എനിക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിവിടെ പറയാൻ അറിയത്തില്ല. പക്ഷെ പുതുതായിട്ട് കല്യാണത്തിന് മൂക്ക് കുത്തുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കല്യാണത്തിന് ഒരു 3 months ബിഫോറെങ്കിലും നിങ്ങൾ മൂക്ക് കുത്താൻ നോക്കുക. കാരണം ഞാൻ 2 months ബിഫോറൊക്കെ കുത്തിയ ആളാണ്. എൻ്റെത് കരഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു കംപ്ലീറ്റ്ലി. അപ്പോൾ ഒരു 3 months ബിഫോറെങ്കിലും നിങ്ങൾ മൂക്ക് കുത്തുക. അല്ല നിങ്ങൾക്ക് മൂക്ക് കുത്താൻ അത്രയ്ക്കും എന്താ പറയുക 1 മാസമൊക്കെ സമയമുള്ള മൂക്ക് കുത്തി വെച്ചേ പറ്റുള്ളെങ്കിൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ വിത്ത് മറ്റേ ആർട്ടിഫിഷ്യൽ മൂക്കുത്തി. ഒരിക്കലും നിങ്ങൾ മറ്റേ മൂക്ക് കുത്താനുള്ളൊരു റിസ്ക് എടുക്കരുത്. മൂക്ക് കുത്തിക്കഴിഞ്ഞ് ഈ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ മൂക്കിനകത്തോട്ട് പോകുമ്പോൾ അത് വീണ്ടും അതെന്താവും, അത് പഴുത്ത് അതിനെ എന്താ പറയുക മനസ്സിലായല്ലോ, അത് വീണ്ടും അത് കൂടി അത് വല്ലാത്തൊരു സിറ്റുവേഷനിലാകും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മൂക്കുത്തിയില്ല. അത് പിന്നെ ഞാൻ സർജറി എടുത്ത് കൊണ്ട് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് സർജിക്കലി റിമൂവ് ചെയ്യുമായിരുന്നു, അത്രയ്ക്കും പ്രശ്നമായി. അപ്പം മൂക്കുത്തിയൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 3 months ബിഫോറെങ്കിലും മൂക്കുത്തി ഇടുക. അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം മൂക്കുത്തി ഇടുക. കല്യാണത്തിന് വേണ്ടി നിങ്ങൾക്ക് 100 കണക്കിന് ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഗോ വിത്ത് ദാറ്റ് ഓപ്ഷൻസ്. നിങ്ങളുടെ മൂക്കാണ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് കാരണം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ ഫോട്ടോയും വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. മൂക്ക് ഇത്രയും ഭാഗം ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി മൂക്കിൻ്റെ കാര്യം കഴിയും. ഇനി അടുത്തത് ബ്ലൗസ്. എൻ്റെ കല്യാണത്തിന് 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാംഗ്ലൂരിലത്തെ ഒരു ബുട്ടീക്കിലായിരുന്നു സ്റ്റിച്ച് ചെയ്തത്, ഒരു ഡിസൈനർ സ്റ്റുഡിയോയിൽ. പക്ഷെ അവരവിടെ എൻ്റെ ആ കല്യാണത്തിൻ്റെ ആ ബ്ലൗസ് ചെയ്യിപ്പിച്ചപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത് വന്ന സാധനം നന്നായിട്ട് വന്നില്ല. അവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, അതായത് കൈയുടെ ലെങ്ത്ത് ഇത്രയും വന്നുള്ളൂ. ഇവിടെ വരെയാണ് ഞാൻ ലെങ്ത്ത് കൊടുത്തു, പക്ഷേ ഇത്രയും വന്നുള്ളൂ. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ വളരെ തിരക്ക് പിടിച്ചൊരു ഡിസൈനർ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, ഞങ്ങൾ 100 കണക്കിന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഇതൊന്നും നമ്മുടെ വിഷയമില്ലെന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ ഇതാക്കിയത്. ഞാൻ അവരോട് അവസാനം വഴക്കിട്ട് എന്തൊക്കെയോ ഒരു സ്റ്റിച്ചിങ് അപാകതകളൊക്കെ അതിന് വന്നു. പിന്നെ ആ സ്റ്റിച്ചിങ് അപാകതകളൊക്കെ കുറച്ചൊക്കെ റെക്ടിഫൈ ചെയ്ത് തന്നു. പക്ഷേ ലെങ്ത്ത് കൂട്ടാനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് വളരെ സങ്കടമായി. ഞാൻ അവിടുന്ന് തിരിച്ചു പോരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ മെഷർമെൻ്റ് ഒക്കെ എഴുതിയെടുക്കുമ്പോൾ നമ്മുടെ കല്യാണ ബ്ലൗസാണ്, നമ്മളും കൂടെ ഒന്ന് നോക്കണം. മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ഓരോ മെഷർമെൻറ്റും അവർ എടുക്കുമല്ലോ. അപ്പം നമ്മൾ ആ എടുത്ത മെഷർമെൻറ്റ് കറക്റ്റ് ആണെന്ന് അവർ എഴുതുമ്പം നമ്മൾ നോക്കണം. മനസ്സിലായി? അത് ഞാൻ മനസ്സിലാക്കി. പിന്നീട് എൻ്റെ ബ്ലൗസ് ഞാൻ 2ാമത്തെ ബ്ലൗസ് ചെയ്യിപ്പിച്ചില്ല. എൻ്റെ കല്യാണ ബ്ലൗസ് മെയിൻ ബ്ലൗസ് ചെയ്യിപ്പിച്ചൊരു എടുത്ത് ഞാൻ ബാംഗ്ലൂർ വേറൊരിടത്ത് കൊടുത്തു.
അതെനിക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്നു. അത് ഞാൻ അവരുടെ കുറേ റിവ്യൂവും അവിടെ ചെയ്യിപ്പിച്ച കുറേ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടാണ് അവിടെ കൊടുക്കുന്നത്. അവർ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോട്ടോ കൊടുക്കാം, ഒരു രക്ഷയില്ലാതെ ചെയ്തു തന്നു. അപ്പോൾ ആ പുള്ളിക്കാരി പിന്നെ എനിക്ക് ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്ത് തന്നു. കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വെച്ച് ആ ലെങ്ത് കുറവ് തോന്നിക്കാത്ത പോലെ മറ്റേ സെക്കൻഡ് സൈഡിയുടെ ബ്ലൗസ് ശരിയാക്കി തന്നു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, മെഷർമെൻ്റ് ഒക്കെ നമ്മൾ കല്യാണത്തിന് വേണ്ടിയൊക്കെ മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഇന്ന് ഇങ്ങനെ വായും പൊളിച്ച് ആഘോഷിച്ച് നോക്കി നിൽക്കാതെ നമ്മൾ അവർ എഴുതുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആണോ നമ്മൾ നോക്കണം. കാരണം നമ്മളൊരു തെറ്റ് മെഷർമെൻറ്റ് ഒരിക്കലും നമ്മൾ ഇവിടെ വരെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരെയെന്നായിരിക്കും, നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവർ എഴുതിയെടുക്കുന്ന കറക്റ്റ് ആവും എന്നൊരു ഉറപ്പുമില്ല. വെൻ ഇറ്റ് കംസ് ടു വെഡിങ് നമുക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മേക്കപ്പ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മേക്കപ്പ്. ഞാനൊരു ബ്രൗൺ സ്കിൻ ഡസ്കി സ്കിൻ ഗേൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മേക്കപ്പിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി ഡസ്കി സ്കിന്നിന് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തപ്പി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. എൻ്റെ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്ത വർക്ക് ഞാൻ ഒരാളോട് പോലും റിവ്യൂ ചോദിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിവ്യൂ ചോദിക്കാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവർ കൊളാബ് ചെയ്തിരിക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് വേണമെങ്കിൽ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കായിരുന്നു. അങ്ങനെ പോലും ഞാൻ ചെയ്തില്ല. അവരുടെ വർക്ക് കണ്ടു, ഞാൻ ഹാപ്പിയായി, ഞാൻ അവരെ സെലക്ട് ചെയ്തു. പക്ഷെ പിന്നീടാണ് എനിക്ക് ആ ഒരു ദുരന്തം മനസ്സിലായത്. എൻ്റെ കല്യാണത്തിൻ്റെ മേക്കപ്പ് അവരെന്നോട് ചോദിച്ചു ഏത് മേക്കപ്പാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഏത് മേക്കപ്പ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ മേക്കപ്പ് അടിപൊളിയായിരിക്കണം എന്നേ ഉള്ളൂ, കോസ്റ്റ് അല്ല എനിക്ക് പ്രശ്നം, എൻ്റെ മേക്കപ്പ് അടിപൊളിയായിരിക്കണം എന്നേ എനിക്കുള്ളൂ എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് അവർ എയർ ബ്രഷ് മേക്കപ്പ് എനിക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു അവർക്ക് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ലെന്ന്. എയർ ബ്രഷ് മേക്കപ്പ് പിന്നീട് എനിക്ക് മനസ്സിലായി മേക്കപ്പ് ഏത് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. അതും എനിക്ക് പിന്നീട് മനസ്സിലായൊരു കാര്യമാണ്. നമ്മൾ ചുമ്മാ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യണം, മറ്റേ മാറ്റ് ഫിനിഷ് മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഏത് മേക്കപ്പാണ് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കി പറഞ്ഞു തരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എപ്പോഴും അടിപൊളി. നമ്മുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ എയർ ബ്രഷ് പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ ഗ്ലോയി മേക്കപ്പ് പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ മാറ്റ് ഫിനിഷ് പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഏത് ടൈപ്പ് മേക്കപ്പാണ്, നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഏത് ടൈപ്പ് മേക്കപ്പാണ്, അങ്ങനത്തെ മേക്കപ്പ് സെലക്ട് ചെയ്ത് പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കാൻ അറിയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എൻ്റെ എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു. അവർക്ക് ചെയ്യാൻ അറിയാത്തതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കല്യാണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വീണ തുള്ളികൾ മേക്കപ്പ് ചാലിച്ച തുള്ളികളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മേക്കപ്പ് ഒലിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ റിസപ്ഷൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് റിസപ്ഷൻ്റെ മേക്കപ്പ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. മേക്കപ്പ് ഐശ്വര്യയാണ് ചെയ്തത്. പാലക്കാടായിരുന്നു എന്നെ കല്യാണം കേൾപ്പിച്ച് വിട്ടത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞൊരു ബ്രൈഡൽ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ മേക്കപ്പ് ഐശ്വര്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് എൻ്റെ മേക്കപ്പ് ചെയ്ത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഐ വാസ് സോ ഹാപ്പി. ഒത്തിരി അപ്രീസിയേഷൻസ് കിട്ടി എനിക്ക് റിസപ്ഷൻ്റെ മേക്കപ്പിന്. ഞാൻ റിസപ്ഷനെ വിയർപ്പിൽ കുളിച്ച് എന്നിട്ട് പോലും എൻ്റെ മേക്കപ്പ് പോയില്ല. സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ഡാൻസ് ചെയ്തു, ചാടി തുള്ളി, കല്യാണത്തിനേക്കാട്ടിലും മണിക്കൂറുകൾ ഞാൻ സ്റ്റേജിൽ നിന്ന്. വൈകുന്നേരമായിരുന്നു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വളരെ ആക്റ്റീവായിരുന്നൊരു ഡേ ആയിരുന്നു റിസപ്ഷൻ. പക്ഷേ എൻ്റെ മേക്കപ്പിന് ഒരു പ്രശ്നവും പറ്റിയില്ല. അത് വെറും മാറ്റ് ഫിനിഷ് മേക്കപ്പ് ആയിരുന്നു, എയർ ബ്രഷ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് എൻ്റെ സ്കിന്നിൽ അതിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ കല്യാണത്തിൻ്റെ മേക്കപ്പ് ഒലിച്ചു. അപ്പം എന്നിട്ടത് ക്രാക്സ് വീണു, മേക്കപ്പിൽ ക്രാക്സ് വീണു. എന്നിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ ടൈമിൽ എനിക്ക് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തു ഞാനത്. അപ്പോൾ അവർ വലിയ നൈസായിട്ടത് ഒതുക്കി അത് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഫോട്ടോയൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം കുഴപ്പമുണ്ട്. പിന്നെ ആ ഫോട്ടോസൊന്നും എനിക്ക് എങ്ങും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഈ കുറച്ച് ഫിൽറ്ററൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ പലയിടത്തും വിട്ടത്. അപ്പം ഒരു കല്യാണം കഴിയുമ്പോൾ തന്നെ എൻ്റെ മേക്കപ്പ് ഒലിച്ചു തുടങ്ങി. പിന്നെ ഞാൻ അവരെ കൊണ്ട് റീടച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മേക്കപ്പ് ഈ സൈഡിലൊക്കെ വല്ലാണ്ട് ആഷിയായി തുടങ്ങി. എയർ ബ്രഷ് മേക്കപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ഐശ്വര്യ പുള്ളിക്കാരിയുടെ കൂടെ പുള്ളിക്കാരിയാണ് എനിക്ക് ചെയ്തു തന്നതെന്ന് റിസപ്ഷൻ്റെ. അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ ഈ ഡൗട്ട് വെച്ച് പുള്ളിക്കാരി പറഞ്ഞു എയർ ബ്രഷ് മേക്കപ്പ് ഒന്നും അങ്ങനെയൊന്നും ഒലിക്കത്തൊന്നുമില്ല, വളരെ വളരെ തിന്നായിട്ടാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നെങ്കിൽ അത് ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ അത് നന്നായിട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളായിരിക്കാം എന്നൊക്കെ അവർ പറഞ്ഞു. വഴവർ ഇറ്റ് ഈസ് എൻ്റെ മേക്കപ്പ് വളരെ ഇതായിട്ട് ക്രാക്കായി. ഈവൻ എൻ്റെ രണ്ടാമത് റീടച്ച് ചെയ്തു, പക്ഷെ അത് കുറച്ച് ആഷിയായി. പിന്നെ അത് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തായാലും മേക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ കുളവായി. കല്യാണം എനിക്ക് പക്ഷെ മേക്കപ്പ് ആസ് സച്ച് ഇഷ്ടപ്പെട്ടു. കല്യാണം മേക്കപ്പ് ഇട്ട സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
പിന്നെ രണ്ടാമത് അത് റീടച്ച് ചെയ്തപ്പോഴും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ആശയായ പോലൊക്കെ ആയി. പിന്നെ അത് ക്രാക്സ് വീണു. അങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ട സമയത്ത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല സുന്ദരിയായിരുന്നു മേക്കപ്പ് ഇട്ട സമയത്ത്. മേക്കപ്പിൻ്റെ ഫിനിഷിങ്ങും സ്കിൻ ടോണും ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ മേക്കപ്പ് ക്രാക്ക് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, ഇവിടെയും നിങ്ങൾ റിവ്യൂസ് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. നിങ്ങൾ ഫോട്ടോ, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അവർ എൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അപ്പം ഞാൻ റെഡിയായ സമയത്തുള്ള എൻ്റെ ഫോട്ടോയാണ് അവർ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. ഞാൻ അത് അവരെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ചായിരുന്നു. കാരണം ആ ഫോട്ടോ, അതുപോലത്തെ ഫോട്ടോ കണ്ടിട്ടാണ് ഞാനും അവരെ വിളിച്ചത്. അപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടിട്ടായിരിക്കും മറ്റുള്ളവർ അവരെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്, പ്രോഡക്റ്റ് എന്തായി, അതിൻ്റെ റിസൾട്ട് എന്തായി എന്നുള്ളതല്ലല്ലോ അവരിടുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലുക്കാണ് അവരിടുന്നത്. ആ ഫസ്റ്റ് ലുക്ക് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു മേക്കപ്പും ലാസ്റ്റ് ചെയ്തോ എന്നൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഫോട്ടോ വെച്ച് നിങ്ങൾ ഒരിക്കലും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യരുത്. അത് അവരുടെ ഫസ്റ്റ് ലുക്ക് മാത്രമാണ്. ചില ഫോട്ടോസ് അവരുടെ ബ്രൈഡിൻ്റെ ഒന്നും പെർമിഷൻ ഇല്ലാതൊക്കെ ആയിരിക്കും പലരും ഇടുന്നുണ്ടാവുക. അവരൊന്നും കാണുന്ന പോലും ഉണ്ടാവത്തില്ല. എനിക്കിത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും, ഞാൻ ആദ്യം അവർക്ക് പെർമിഷൻ കൊടുത്തായിരുന്നു എൻ്റെ ഫോട്ടോസ് ഇട്ടോളാൻ. പക്ഷേ നമുക്ക് ഇത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും എൻ്റെ ഫോട്ടോ അവർ പിന്നീട് ഇടുമ്പോൾ റീതിങ്ക് ചെയ്തില്ല. പക്ഷെ ഞാൻ അവരെ കൊണ്ട് അത് റിമൂവ് ചെയ്യിപ്പിച്ചു. കാരണം എൻ്റെ ഫോട്ടോ കണ്ട് നാളെ ഒരാൾ ബ്രൗൺ സ്കിൻ ഗേളിനെ നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കൊള്ളായിരിക്കും വിചാരിക്കുമ്പോൾ അത് എൻ്റെ ഫോട്ടോയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അല്ലേ. പക്ഷേ എനിക്കറിയാം എൻ്റെ എത്ര വേഴ്സായി ലാസ്റ്റിലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൊണ്ടത് ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പടം നോക്കി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നത്, ബുക്ക് ചെയ്യരുത്. ഓക്കെ, കല്യാണം ഓക്കെ. അപ്പോൾ ക്രാക്സ് വീണത് ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത്, ഇത് വീഡിയോ കേൾക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. ദൂരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല, എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ക്രാക്സ് ഒക്കെ കാണുന്നത്, കണ്ണിൻ്റെ അടിയിൽ, മൂക്കിൻ്റെ അവിടെ അങ്ങനെയൊക്കെ ക്രാക്സ് തോന്നുന്നു. ദൂരെ നോക്കുമ്പോൾ നമുക്ക് അത്ര അറിയത്തില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള കാര്യം, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മേക്കപ്പ് വരെ എത്തി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക അല്ലേ. എനിക്ക് അങ്ങനെ റീൽ ചെയ്യണം, ഇങ്ങനെ റീൽ ചെയ്യണം, നമ്മുടെ ഫോട്ടോഗ്രാഫറെ കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് കാണും. പക്ഷേ ആ പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. കല്യാണത്തിനത് നിങ്ങളത് ഓർക്കത്തില്ല. നിങ്ങളായിരിക്കും ഏറ്റവും തിരക്കുള്ള വ്യക്തി നിങ്ങളുടെ കല്യാണത്തിനത്, അപ്പോൾ നിങ്ങളത് ഓർക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണ വീഡിയോ എങ്ങനെ വരണം എന്നുള്ളൊരു പ്ലാൻ നേരത്തെ ഉണ്ടെങ്കിൽ ആ പ്ലാൻ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫറോട് ആദ്യം ഷെയർ ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ ബുക്ക് ചെയ്ത ഫോട്ടോഗ്രാഫറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആളെ അറിയത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്പർ എടുത്ത് ഏറ്റവും ചെറിയ പൈസയ്ക്ക് ബുക്ക് ചെയ്ത ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അവർക്കും നിങ്ങളുടെ ഒരു പ്ലാൻ പോയ രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മൈൻഡിലുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. ഇപ്പം ഇപ്പോഴത്തെ വീഡിയോസ് പറഞ്ഞാൽ ആൾക്കാർ സംസാരിക്കുന്ന, നമ്മളെ പറ്റി അഭിപ്രായം പറയാം, നമ്മുടെ റിലേഷൻ ഇങ്ങനെ സംസാരിക്കുന്ന പോലത്തെ വീഡിയോസ് ഇല്ലേ, ലൈക്ക് ഹൗ ഫീൽ ഐ സീ ദാറ്റ്. ആ ഇവൻറ്റിൽ നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് അതും ഈ വീഡിയോയിലൊക്കെ വന്ന് ഹൈലൈറ്റ്സിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഞാൻ അങ്ങനത്തെ വീഡിയോ ആണ് എൻ്റെ കല്യാണത്തിന് വേണമെന്ന് വിചാരിച്ചത്, പക്ഷെ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ അങ്ങനെ വന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ മൈൻഡിൽ ഐഡിയ ഉണ്ട്. ഫോട്ടോഗ്രാഫറെ അന്ന് കാണുമ്പോൾ പറയാനിരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മളും മറന്നു, ഫോട്ടോഗ്രാഫറും മറന്നു. നമ്മൾ അവരോട് നേരത്തെ പറഞ്ഞു വെച്ചാൽ അവരതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരും. അതെന്നോട് എൻ്റെ അടിപൊളി ഫോട്ടോഗ്രാഫറായിരുന്നു, അതിൽ എനിക്ക് ഒരു ഇതുമില്ല. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡിലുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഇനിയും എനിക്ക് കുറച്ച് റീൽസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ അതും ചെയ്തില്ല. എൻ്റെ മൈൻഡിലായിരുന്നു ആഗ്രഹങ്ങൾ, ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ആ ഡേ ഞാൻ എല്ലാം മറന്നുപോയി. അപ്പോൾ കല്യാണത്തിന് ഒരു 5 ദിവസം മുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ റീൽ എടുക്കാനുണ്ടെങ്കിലും, നമുക്ക് ആ ഡേയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാനുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ നമ്മുടെ ചുറ്റിനുമുള്ള ഒരു 2-3 പേരോടെങ്കിലും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന, അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, മറന്നു പോകാത്ത നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മുടെ ക്ലോസ് കസിൻ, നമ്മുടെ സിസ്റ്റേഴ്സ്, അവരോടൊക്കെ നമ്മൾ മറക്കാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവരത് ഓർക്കും. നമ്മുടെ കല്യാണത്തിൻ്റെത് നമ്മളത് ഓർക്കത്തില്ല. ഓക്കെ, ഇതും എനിക്ക് സംഭവിച്ചു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു റീൽ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരോടുള്ളത് ഫോട്ടോ പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ല. അതെനിക്ക് വളരെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങളുടെ കല്യാണത്തിന് എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്ത് പ്ലീസ് ഇൻഫോം ദിസ് ടു യുവർ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് കസിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ,
വീണ്ടും വീണ്ടും ഞാനിത് പറയുന്നത് നിങ്ങളിത് മറന്നു പോയത്. കാരണം ഇത് മറന്നുപോയാൽ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം അവിടെ ഞാൻ 1 മാസം എനിക്ക് വിഷമമായിപ്പോയി. പിന്നെയാണ് ഞാനിത് സാരമിടാ പോട്ടെന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റിലായിട്ട് മാറിയത്. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് വീഡിയോ കഴിഞ്ഞു. ഇനി വീഡിയോ കഴിഞ്ഞാൽ എന്താണ്, കല്യാണത്തിൻ്റെ അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്റ്റേജ് നിൽക്കണം നിങ്ങൾക്ക് ആഗ്രഹം കാണും. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും കല്യാണം നടത്താൻ വരുന്ന ആൾക്കാരോടൊക്കെ പറയണം. അല്ലെങ്കിൽ അവരിപ്പോൾ താലപ്പൊലി എടുത്ത് നിങ്ങളുടെ വന്ന് സ്റ്റേജിൽ കയറി ആരെങ്കിലും, അപ്പം നമ്മുടെ റിലേറ്റീവ്സ് മാത്രം സ്റ്റേജിൽ നിന്നാൽ മതി എന്നൊക്കെ ചിലപ്പോൾ കല്യാണം നടത്താൻ വരുന്ന കാരണം അവരുടെ സ്ഥാനത്ത് വരുന്ന ആൾക്കാർ പറയുമ്പോൾ ഇവർ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കളയും. അതും എൻ്റെ കല്യാണത്തിന് നടന്നതാണ്. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് സ്റ്റേജിൽ നിൽക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ താലപ്പൊലി എടുത്ത് എന്നെ സ്റ്റേജിൽ കയറ്റി. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഓക്കെ ഇനി താലപ്പൊലിക്കാരൊക്കെ ഇറങ്ങിയാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവരും കൂടെ ഇറങ്ങി. കാരണം ഇവരവിടെ നിൽക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ ഇവരോട് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവരോട് പറയുമ്പോൾ ഇവർക്ക് അവിടെ എന്താ പറയുക കയറി നിൽക്കാൻ പറ്റുമോ? അവിടെ കാര്യം അവിടെ ഇത് കല്യാണം നടത്തുന്ന ആരോടെങ്കിലും ആയിരുന്നു ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അല്ല ഇവരോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കയറി നിൽക്കുന്നു ഇവർ അങ്ങോട്ട് വാദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെൻ്റെ ഭാഗത്ത് വന്നു വേറൊരു മണ്ടത്തിലായിരുന്നു. അപ്പോൾ കല്യാണം നടക്കുന്ന ടൈമിൽ ഞാൻ കാണുന്നുണ്ട് ഇവർ താഴെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോട് ആരോ ഇറങ്ങാൻ പറഞ്ഞായിരിക്കും എന്ന്. അപ്പോൾ എന്താ അവരവിടെ താഴെ ഇരിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ആലോചിക്കുകയും ചെയ്തു. എൻ്റെ കല്യാണം നടക്കുന്ന ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഇവർ സ്റ്റേജിൽ വന്നു. പിന്നീട് ഇവരെന്നോട് പറഞ്ഞു ഇവർ സ്റ്റേജിൽ വന്ന സമയത്ത് ഇവരോട് പറഞ്ഞു പോലും കല്യാണം അപ്പോൾ ഇനി ബന്ധുക്കൾ നിന്നിട്ട് ബാക്കി എല്ലാവരും ഇറങ്ങിയാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരിറങ്ങി. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത്. അപ്പോൾ പിന്നീട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഞങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഞങ്ങൾ അവരെ പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ടാവുമല്ലോ, നീ എന്താ പറയാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി യെസ് ഞാൻ പറയേണ്ടതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇതും മേക്ക് ഷുവർ ചെയ്യുക. ഇനി പിന്നെ റെഡിയാവുന്ന കേസിൽ നിങ്ങൾ ഡ്രസ്സ് മാറുന്ന ഇത് ഞാൻ എൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂറ്റിയിൽ പറയേണ്ടതായിരുന്നു. ഇവിടെ മേക്കപ്പിൻ്റെ സമയത്ത് നിങ്ങളുടെ ഹെയർ ഒക്കെ എങ്ങനെ വേണം എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. ഹെയർ എങ്ങനെ വേണം നിങ്ങൾക്ക്, പിന്നെ എങ്ങനെയാണ് പറയുക നിങ്ങളുടെ കണ്ണിൻ്റെ മുകളിൽ ഐ ഷാഡോയുടെ ഷെയ്ഡ് എങ്ങനെ വേണം അതൊക്കെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ റെഡി ആവുന്ന സമയത്ത് നിങ്ങളെ ഒരു ഫ്രണ്ടിനെയോ ഒരു കസിനെയോ ആരെങ്കിലും നിങ്ങളോട് ആ റൂമിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. കാരണം കാരണം നിങ്ങളെ എല്ലാ ദിവസവും കാണുന്നത് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെക്കാളും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടോ കസിനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ബെസ്റ്റ് ലുക്ക് അറിയും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരാളും കൂടെ നിങ്ങളോട് എപ്പോഴും ഉള്ളത് നല്ലതാണ്. ഇവർ നിങ്ങളെ ഒരുക്കും, അത് നല്ലതല്ലെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഏത് വകുപ്പാണ് ചേരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ ലിപ്സ്റ്റിക്കാണ് ചേരുന്നത് ഒക്കെ കുറച്ചുകൂടെ നിങ്ങളെ എല്ലാ ദിവസവും കാണുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ ഒരുങ്ങുമ്പോൾ ഇൻപുട്സ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് റീക്യാപ്പ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, സ്റ്റിച്ചിങ്ങിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. മേക്കപ്പ് ആർട്ടിസ്റ്റിന് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റിവ്യൂ ഉള്ളത് നോക്കി നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്ത് അങ്ങനെ ആരെങ്കിലും തപ്പിപ്പിടിക്കാൻ ആദ്യം നോക്കുക. അല്ല അങ്ങനെ ഒരാളെ തപ്പിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തപ്പിപ്പിടിക്കുന്ന ആൾ ചെയ്ത പല വർക്കുകളൊക്കെ ചെയ്ത ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഫിനിഷിങ്ങും ലാസ്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു 5 പേരെങ്കിലും കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കല്യാണമല്ലേ ഉള്ളൂ. അപ്പോൾ 5 പേരെങ്കിലും കോൺടാക്ട് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിഞ്ഞിട്ട് വേണം ഇതാക്കാൻ ഫൈനലൈസ് ചെയ്യാനുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൂക്ക് കുത്താനൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്യണം. അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് മിനിറ്റിൽ 1 month ബിഫോർ വെഡിങ് ഒന്നും ചെയ്യാൻ പോകരുത്. പിന്നെ സ്കിന്നിൽ പുതിയ ട്രീറ്റ്മെൻറ്റ് പുതിയ പരീക്ഷണങ്ങളൊന്നും ചെയ്യരുത്. ഹെയർ റിമൂവലൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ പോയി ചെയ്യരുത്. സ്കിന്നിനത് പിന്നെ വലിയ പണി കിട്ടും. എൻ്റെ റിസപ്ഷൻ തന്ന് ആക്ച്വലി ഞാൻ ഹെയർ വേറെ രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, വേറൊരു ഹെയർ ഡൂ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിത് ഓപ്പൺ ഹെയർ ഇടാൻ വേറെ വഴിയില്ലായിരുന്നു. ഓപ്പൺ ഹെയർ ഇടുകയാണ് ഞാൻ ചെയ്തത്. കാരണം എൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ബംസ് ഉള്ളപ്പോൾ എനിക്കിത് ഓപ്പൺ ഹെയർ ഇടാതെ വേറെ വഴിയില്ല. അങ്ങനെ പിന്നെന്താണ് അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലത്തെ ആൾക്കാരുടെയും എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തൊക്കെ എല്ലാം കുളമായി. പിന്നെ തലേദിവസത്തെ ബ്ലൗസൊക്കെ ഞാനത് ഇട്ടില്ല, ഞാൻ വേറെ ബ്ലൗസ് പിന്നെ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു എന്താ പറയുക ഒരു
സ്റ്റിച്ച്ഡ് ബ്ലൗസ് വാങ്ങിച്ചിടുമായിരുന്നു. അത് പക്ഷേ നല്ലതായി വന്നു. ആ ബ്ലൗസ് എൻ്റെ പാകത്തിന് എനിക്ക് കിട്ടി, അതെനിക്ക് നന്നായിട്ട് വന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മണ്ടത്തരങ്ങളെല്ലാം ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ഇതാക്കുക, നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ചെറിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കല്യാണത്തിന് 1 മാസം മുന്നെയെങ്കിലും നിങ്ങളുടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലത്തെ കാര്യം കേട്ടോ. സമയമില്ലെങ്കിൽ അത് വേറെ സ്റ്റോറിയാണ്. സമയമുണ്ടെങ്കിൽ 1 മാസം മുന്നെങ്കിലും ഷോപ്പിങ്ങും നിങ്ങളുടെ സ്റ്റിച്ചിങ് പരിപാടികളും മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നിങ്ങൾ കൊടുത്തൊരു സ്ഥലത്ത് അവർ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ബെറ്റർ നിങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് വേറെ അടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും ലേറ്റ് ആക്കുന്നവർ ലാസ്റ്റ് മിനിറ്റ് വരെ ആക്കും. പിന്നെ ഞാൻ ഓടിയ പോലെ നിങ്ങളും ഓടേണ്ടി വരും. ഞാൻ കല്യാണത്തിന് തലേദിവസം വരെ ഓട്ടമായിരുന്നു. കല്യാണത്തിന് 2 ദിവസം മുന്നേ വരെ ഞാൻ ഇവിടെ പോയി ഇരിക്കുമായിരുന്നു, ഇവരുടെ ഈ ഡിസൈനർ സ്റ്റുഡിയോയിലോ ഇവരുടെ ഈ സ്റ്റിച്ചിങ് സെൻറ്ററിൽ. ആൻഡ് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. കമൻറ്റ് ഇടണം. ഇത് കേട്ടിട്ട് മൊത്തം കേട്ട എല്ലാ ആൾക്കാരും കമൻറ്റ് ചെയ്യണം ഇത് യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്ന്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ എക്സിക്യൂഷൻ്റെ പ്ലാനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക. എൻ്റെ ഇൻപുട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇഫ് യു നീഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് 35 മിനിറ്റ് കഴിഞ്ഞു ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് കാണുമ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.